ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവാറും എല്ലാ വീടുകളിലും ഭിത്തികളിലും ജനലരികുകളിലും അതുപോലെ അടുക്കളയിലെ കബോർഡുകളുടെയൊക്കെ അടിഭാഗത്തുമൊക്കെ കാണുന്ന പ്രധാന പ്രശ്നക്കാരാണ് പാറ്റയും പല്ലി. വൃത്തിയായി സൂക്ഷിക്കാത്ത വീടുകളിലാണ് ഈ പല്ലിയും പാറ്റയും ഒക്കെ കാണുന്നതെന്നൊക്കെ നമ്മളൊക്കെ പറയുമെങ്കിലും വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വീടുകളിലും പാറ്റകളെയും പല്ലികളെയും ഒക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈ പല്ലികളുടെയും പാറ്റകളുടെയും ശല്യം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 3 മാർഗങ്ങളാണ് അല്ലെങ്കിൽ 3 രീതികളാണ് ഞാനിന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓരോരുത്തർക്കും ചെയ്തു നോക്കാൻ പറ്റുന്നത് ഏതാണോ അത് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളിൽ കൂടെ എന്നെ അറിയിക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ അതിനൊരു ലൈക്ക് തരാനും മറ്റുള്ളവർക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ. ആദ്യത്തേത് ഇതുപോലൊരു നാരങ്ങ ഉപയോഗിച്ച് ചെയ്യുന്നൊരു സൂത്രപ്പണിയാണേ. അപ്പോൾ നമ്മൾ നാരങ്ങ ഇതുപോലൊന്ന് മുറിച്ചെടുക്കുവേ, കണ്ടോ. എന്നിട്ട് നമുക്ക് ഈ നാരങ്ങയുടെ നീര് ഇതുപയോഗിച്ചൊന്ന് പിഴിഞ്ഞെടുക്കാവേ. അപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുന്നതിനേക്കാൾ കൂടുതൽ കിട്ടും നീര്, കണ്ടോ. ഇതുപോലെ നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത്രയും നീര് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഇതിനകത്തേക്ക് ഇത്രയും തന്നെ ഇതുപോലെ, ഇത് വിനിഗറാണേ, അത്രയും തന്നെ നമ്മൾ വിനിഗർ ഉപയോഗിച്ച് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം, കണ്ടോ. ഇങ്ങനെ നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഇതേപോലുള്ള ഇതുണ്ടോ, ഈ വെള്ളമൊക്കെ വാങ്ങിക്കുന്ന കുപ്പിയുടെ ഒരു അടപ്പാണേ. അപ്പം ഇങ്ങനെയുള്ള അടപ്പുകളിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ഒഴിച്ചിട്ട് ജനലരികിലോ അതുപോലെ കിച്ചൺ കബോർഡിൻ്റെയൊക്കെ അടിയിൽ നല്ലോണം വെളിച്ചം കിട്ടാത്ത സ്ഥലങ്ങളില്ലേ, അങ്ങനെയുള്ളിടത്തൊക്കെയാണ് പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് കാണുന്നതും പെറ്റുപെരുകുന്നതും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് നമ്മൾ ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി, അവരവിടുന്ന് ഓടി മാറിക്കോളും. അങ്ങനെ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം ഇല്ലാതായി കിട്ടും. ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അത് നമുക്ക് ഇച്ചിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇത് ചെയ്യാനായിട്ടുണ്ടല്ലോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണേ. അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദയോ ഒക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയാകുമ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും തന്നെ കിട്ടാനുള്ളതാണ്, കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇത് നമ്മൾ 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാര, ഒരു ടീസ്പൂണ്, ഒരു 1.5 ടീസ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല, അത്രയും പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, കണ്ടോ, ബോറിക് ആസിഡാണ്. ഇത് നമ്മുടെ കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ബോറിക് ആസിഡ് ഇതൊരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, കണ്ടോ. ഇത്രയും ബോറിക് ആസിഡും കൂടെ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ബോറിക് ആസിഡ് ഇല്ലാത്തവരാണെങ്കിൽ അവർ സോഡാപ്പൊടി ഉപയോഗിച്ചാൽ മതിയേ. ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് ബോറിക് ആസിഡ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സോഡാപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. സോഡാപ്പൊടിയും കൂടെ ചേർക്കുന്നത് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണ്. അപ്പോൾ അതും ഏകദേശം അത്രയും തന്നെ സോഡാപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളത് ഈ സാധനങ്ങൾ 3 സാധനങ്ങൾ അല്ലെങ്കിൽ 4 സാധനങ്ങൾ ഇവരെ നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കണേ. അപ്പം നല്ലതുപോലെ നമ്മുടെ കൈ കൊണ്ട്, ഇപ്പം ചിലപ്പോൾ സോഡാപ്പൊടിക്കകത്തൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും, ഗോതമ്പ് പൊടിക്കകത്തും വരാം, അതേപോലെ തന്നെ ബോറിക് ആസിഡിനകത്തും ചെറിയ ചെറിയ കട്ടകളൊക്കെ വരാവുന്നതാണ്. പറ്റുന്നത്ര കട്ടകളെയൊക്കെ ഉടച്ച് ഇവരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കണ്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണ്ടോണേ, ഇത് നമ്മുടെ വെറും വെള്ളമാണേ. കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിതിനൊരു പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. പേസ്റ്റ് ആകണ്ട, നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അത്രയും ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. കുറച്ച് വെള്ളം ചേർത്താൽ മതി, കാരണം ഇതിനകത്ത് പഞ്ചസാര ഉള്ളത് കൊണ്ട് വെള്ളം ചേർക്കുമ്പം പെട്ടെന്ന് കുഴഞ്ഞ് വരുവേ. ഇത് നമ്മളുണ്ട് അത്രയും വെള്ളമേ ചേർത്തിട്ടുള്ളൂ, അത് തന്നെ നല്ല ധാരാളമാണ്. നല്ല ആവശ്യത്തിന് നല്ല കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ,
ഇങ്ങനെ നമ്മൾ ഒട്ടും കളയരുത്. നമ്മുടെ ബോറിക് ആസിഡും അതുപോലെ സോഡാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടണം. എന്നാലേ നമുക്ക് ഉദ്ദേശിക്കുന്നത് പോലെയുള്ളൊരു ഗുണം ഇതിൽ നിന്ന് കിട്ടത്തുള്ളൂ. കണ്ടോ? അപ്പം ഞാൻ നല്ലപോലെ ഇതിനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് കാണിക്കാവേ. കണ്ടോ? ഇതുപോലെ നല്ല കുഴച്ച് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഉണ്ടോ ചെറിയ ചെറിയ ഉരുളകൾ, എന്നാൽ വലിയ കട്ടിയുമില്ല. അതുപോലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുന്നത് അവർക്ക് വേണ്ടുന്ന സ്ഥലം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇടാം. അപ്പോൾ ഒരു 2-3 ഉരുള ഞാൻ ഉരുട്ടിയെടുക്കാം ഇതിൽ നിന്ന്. കണ്ടോ? ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതിനെ മാറ്റിയെടുക്കും. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഉരുളകളാക്കി മാറ്റിയതുണ്ടല്ലോ, ഇതുപോലെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ പാത്രം, അല്ലെ നമ്മൾ മുമ്പേ കാണിച്ചതുപോലുള്ളൊരു കുപ്പിയുടെ അടപ്പ് ഒക്കെ എടുത്ത് അതിനകത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ പാറ്റകളുടെയും പല്ലികളുടെയും സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിൽ, അതുപോലെ അടുക്കളയിലെ സിങ്കുകളുടെ അടിയിൽ, അതുപോലെ കബോർഡുകളുടെ അടിയിൽ ഇരുളടഞ്ഞ സ്ഥലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഒക്കെ ഇതിനെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. എല്ലാ ദിവസവും നമ്മൾ നോക്കാനൊന്നും നിൽക്കേണ്ട. 1-2 ദിവസം ആകുമ്പോഴത്തേക്കിന്, ഉറപ്പായൊരു 3 ദിവസം ആകുമ്പോഴത്തേക്കിന് പാറ്റകൾ ഉണ്ടെങ്കിൽ അവർ ഇത് വന്ന് കഴിച്ചിട്ട് ചത്തുപോകും. അപ്പോൾ നമുക്കവരെ തൂത്തുവാരിയെടുത്തങ്ങ് മാറ്റിയാൽ മതി. ഈ രീതിയിൽ നമുക്ക് പാറ്റകളുടെയും പല്ലികളുടെയും ശല്യം നല്ലൊരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് പറ്റും. എല്ലാ ആളുകൾക്കും, എല്ലാ പ്രായത്തിലുള്ളവർക്കും, ഏത് സ്ഥലത്തുള്ളവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, പല്ലികളെയും പാറ്റകളെയും ഒരേപോലെ ഒരുമിച്ച് ഇല്ലാതാക്കിയെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു മാർഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതെന്നാണെന്നറിയോ? ഇത് നാഫ്തലീൻ ബോള് അല്ലെങ്കിൽ പാറ്റാഗുളിക എന്ന് പറയുന്ന സാധനമാണ്. ഇതിനൊരു വല്ലാത്തൊരു മണമുള്ള ഒരു സാധനമാണ്. ഈ പാറ്റാഗുളികയെ ജനലുകളുടെയൊക്കെ സൈഡിലും, അതുപോലെ നമ്മുടെ തറകളുണ്ടല്ലോ, ടൈലും ഒക്കെ ചെയ്തിരുന്ന, സിമെൻ്റൊക്കെ ചെയ്തിരിക്കുന്ന തറയോട് ചേർത്തിട്ട് ചെറിയൊരു തട്ട് പോലെ വരുമല്ലേ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് സാധാരണ പാറ്റകളെയും പല്ലിയെയും, നമ്മൾ പാറ്റയും പല്ലിയും കാണുന്നതിനേക്കാൾ പല്ലിക്കാട്ടവും പാറ്റക്കാട്ടവുമാണ് അവിടെ കൂടുതൽ കാണുന്നത്. കാരണം അവരതിലേ കൂടെ വന്നു പോകുന്നത് കൊണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാറ്റകൾ കൂടുതലായി കാണുന്ന, പല്ലികൾ കൂടുതലായി കാണുന്ന സ്ഥലത്തേക്ക് ഇത്തരത്തിലൊരു നാഫ്തലീൻ ബോൾ അല്ലെങ്കിൽ പാറ്റാഗുളിക വെച്ചിരുന്നാൽ മതി. ഇവരുടെ ഈ മണം ഇത്തരത്തിലുള്ള ജീവികൾക്കൊന്നും തന്നെ, ഇങ്ങനെയുള്ള പ്രാണികൾക്കും ഈച്ചകൾക്കും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർ ആ സ്ഥലം അല്ലെങ്കിൽ ഈ മണം കിട്ടുന്നത്ര സ്ഥലത്തിന് ദൂരേക്ക് എങ്കിലും ഏറ്റവും കുറഞ്ഞത് മാറിക്കോളും. അങ്ങനെ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ശല്യം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. പാറ്റകളുടെയും പല്ലികളുടെയും ശല്യം വീടുകളിലുള്ളവരൊക്കെ ഈ രീതി ഒന്ന് ചെയ്തു നോക്കണേ. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.